ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് പടത്തിൽ. പടം ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ഇവർ രണ്ടുപേരും രണ്ട് ഡയറക്ടർമാരും കൊണ്ടൊരു പടം ചെയ്താലുള്ള കുറേ പ്രശ്നങ്ങൾ. കാരണം അവർക്ക് ചിലപ്പം ഒരേ മൈൻഡുള്ളവരാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ചിലപ്പോൾ അവർക്ക് പല അഭിപ്രായങ്ങളും പല പല കാര്യങ്ങളൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. മേ ബി എനിക്ക് തോന്നിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കാം. കുറേ കാലത്ത് ഒരു യോജിപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ മുന്നത്തെ സിനിമ എന്ന് പറയുന്നത് ഫോറൻസിക് ആണ്. ഫോറൻസിക് എനിക്ക് സെയിം സംഭവമാണ്. ഇൻ്റർവെല്ലൊന്ന് പറയുന്നത് മറ്റേതിനൊന്ന് പറയും, നമ്മളെ ട്വിസ്റ്റ് അടുപ്പിച്ച് കയറ്റാൻ നോക്കുക. പക്ഷേ എനിക്കതിലൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഭയങ്കര ഒരു ഡിസപ്പോയിൻ്റ് ആയിരുന്നു ഫോറൻസിക്കിൽ ഞാൻ ഫേസ് ചെയ്ത്. പിന്നെ സെവൻത്ത് ഡേ ആക്ച്വലി അതിനകത്ത് സ്റ്റോറി എഴുതിയത് അഖിൽ പോളായിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ്. ഡയറക്ഷൻ ചെയ്ത വേറെ ആളാണ്. അത് കിടിലം പടമായിരുന്നു, അത് ഞാൻ എൻജോയ് ചെയ്തു. ഇനി ഐഡൻറ്റിറ്റിയിലേക്ക് വരാം. പടത്തിൻ്റെ ഡയറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അഖിൽ ആൻഡ് അനസാണ്. ഇവിടെ ഡയറക്ഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഭയങ്കര തിയറിയാണ്. കുറേ തിയറി ക്ലാസ്സിൽ പോലും കുറേ തിയറികൾ ഇങ്ങനെ പഠിക്കാം. പക്ഷെ പടത്തിലേക്ക് അങ്ങോട്ട് നമുക്ക് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. വെറുപ്പീനൊന്നുമല്ല, ഒരു സുഖമില്ല. എനിക്ക് പേഴ്സണലി സുഖം തോന്നിയില്ല. സിനിമയായിട്ട് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങോട്ട് സിനിമയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. ഡയറക്ഷൻ മോശമായത് കൊണ്ടല്ല, കാരണം എടുത്ത് വച്ചേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ടോവിനൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് പടത്തിൽ. പക്ഷേ എനിക്കെന്തോ ഒരു വലുതായിട്ട് അങ്ങോട്ട് ഒരു തോന്നിയില്ല, ഒരു രസം തോന്നിയില്ല എനിക്ക് പേഴ്സണലി. അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പം എനിക്ക് എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ കാസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ടൊവിനോ ഉണ്ട്, തൃഷ, വിനയരാജ്. എനിക്ക് വിനയരാജിനെ പറ്റി ഏറ്റവും എടുത്ത് പറഞ്ഞ കാര്യം, വിനയരാജിൻ്റെ ഡബ്ബിങ് കൊടുത്ത ആൾ അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ ഡബ്ബിങ് ആയിരുന്നു, അതെടുത്ത് പറയണം. നല്ല പണിയെടുത്തിട്ടുണ്ട്. ഡബ് ചെയ്യുന്ന ആൾ നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാവും. പിന്നെ എഡിറ്റിംഗ് ഒക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട് എഡിറ്റിംഗ് ഒക്കെ. അതിലേക്ക് വരാം. പിന്നെ തൃഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് റോൾ, തൃഷയ്ക്ക് കുറച്ച് റോളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തൃശ ഉണ്ടെന്നും പറഞ്ഞൊന്നും ഈ പടത്തിന് എനിക്ക് ഒരു പ്രത്യേകത ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സീരിയസ്ലി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ദെൻ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ ചമൻ ചാക്കു കിടല എഡിറ്റിംഗ് ആയിരുന്നു. അവർ നല്ല പണി എടുത്തിട്ടുണ്ട്, അത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ മ്യൂസിക് ജെക്സ് ബിജോയ്. ഒഫീഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി സാധനമായിരുന്നു. ഒരുപാട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എൻജോയ് ചെയ്തു. പിന്നെ ആദ്യം തുടക്കത്തിലൊരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ ആവശ്യം എനിക്ക് എന്തിനാണെന്ന് തോന്നി, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ദെൻ വീണ്ടും പടത്തിലേക്ക് വരാം. പടത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ കറക്റ്റ് ഉദയകൃഷ്ണയുടെ പരിപാടിയാണ്. അതിന് ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല, മൊത്തം സ്പോയിലറായി പോവും. നിങ്ങൾ തന്നെ പറയും, ഓ ഇത് നമ്മൾ കണ്ടു മറന്ന അതേ സാധനമല്ലേ വീണ്ടും കൊണ്ട് വന്നേക്കണം. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നും, ഉറപ്പാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൽ പിന്നെ അജു വർഗീസ് ഉണ്ട്. ചില സമയത്തൊക്കെ അജു വർഗീസിൻ്റെ മീശ ക്ലീൻ അടിച്ച് നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ ഒരു മോർഫിംഗ് പോലെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫീൽ തോന്നി, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഷമ്മി തലകനുണ്ട്. ഷമ്മി തലകൻ്റെ റോൾ അടിപൊളിയായിരുന്നു. ഇവിടെയൊക്കെ റോൾ അവർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി വൈസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. യെസ്, ദാറ്റ്സ് ദ തിങ്. സ്റ്റോറി വൈസിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. കാരണം ഞാൻ സ്റ്റോറിയിൽ ഒട്ടും ഇമ്പ്രസ്ഡ് അല്ല. സ്റ്റോറി പോരാ. അപ്പോൾ എന്തൊക്കെയോ വലുതായിട്ടൊരു പ്ലാനിങ് ആയിട്ട് വന്നെന്നുള്ള കാര്യം 100% മനസ്സിലാവും. പക്ഷേ അതൊന്നും വർക്കൗട്ടായിട്ടില്ല, ഉദ്ദേശമൊന്നും അതുപോലെ നടന്നിട്ടില്ല. വിനയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. ഈ വിനയ് അങ്ങനെ ഒരു കിട്ടില്ല സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു മനുഷ്യനാണ് വിനയ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങേരെയൊക്കെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അങ്ങേർക്ക് ആ ഒരു പ്രസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അങ്ങേർക്ക് ആ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം കൊടുത്തിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ ആ ഒരു എൻട്രി കൊടുക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തില്ല, ലോജിക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ കുറേയൊക്കെ നമ്മളതിനെ ഊഹിച്ചെടുത്തോണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഫ്ലൈറ്റിലെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അവസാനത്തെ, അത് അടിപൊളി സാധനമായിരുന്നു. അത് ഞാൻ കറക്റ്റാക്കി എൻജോയ് ചെയ്തു. അവസാനത്തെ ഫൈറ്റ് സീൻ വാസ് നൈസ്, പോളി സാധനമായിരുന്നു. പിന്നെ
ഫ്ലൈറ്റിനകത്ത് വിനയും ഫൈറ്റ് ഉണ്ട്, ടൊവിനോ ഫൈറ്റൊക്കെ ട്രെയിലർ കണ്ടു, അതൊക്കെ നൈസാണ്. എഡിറ്റിംഗ് ഒക്കെ നല്ല പട്ടി പണിയെടുത്തിട്ടുണ്ട്. അവർ മാത്രമേ വലിയ പണിയെടുത്തിട്ടുള്ളൂ. പിന്നെ ടൊവിനും അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. ടൊവിനോയുടെ ആക്ടിങ് മോശമൊന്നുമല്ല, ടൊവിനോ നല്ല കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഐഡിയ എനിക്ക് പടത്തിൽ ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് അല്ല പടത്തിൽ, ഒട്ടും ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് അല്ല. മേ ബി നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ യു ഫീൽ ദ മൂവി. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.